കൊണ്ട് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റി എഴുതാമെന്ന് കരുതിയവർക്ക് കാലം കരുതി വെച്ച വമ്പൻ തിരിച്ചടിയാണോ ഇത്? ഒരു മാസം നീണ്ട ചോരപ്പുഴയ്ക്കും നൂറുകണക്കിന് വ്യോമ ആക്രമണങ്ങൾക്കും ഒടുവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ആ രഹസ്യ ഇടക്കാല കരാർ വെറുമൊരു സമാധാന ചർച്ചയല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ വൻ ശക്തികളുടെ അധികാര കളിയിലെ വലിയൊരു അട്ടിമറിയാണ്. യുദ്ധകളത്തിലെ വിജയങ്ങളല്ല, മറിച്ച് നയതന്ത്ര മേശയിലെ ചതുരംഗ കളിയാണ് യഥാർത്ഥ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്നതെന്ന് അടിവരയിടുന്നതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഈ കരാറിനെ തന്റെ വലിയൊരു നയതന്ത്ര വിജയമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊട്ടി ആഘോഷിക്കുമ്പോഴും ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ താൽപര്യങ്ങൾ വിസ്മരിക്കാനാകില്ല. യുദ്ധത്തിന്റെ സാമ്പത്തികവും സുരക്ഷാപരവുമായ പ്രത്യാഘാതങ്ങൾ അമേരിക്കയും ബാധിച്ചു തുടങ്ങിയതോടെയാണ് ദീർഘകാല ഏറ്റുമുട്ടലുകൾക്ക് നിൽക്കാതെ ട്രംപ് ഭരണകൂടം പെട്ടെന്ന് ഇറാനുമായി ഒരു ധാരണയിലെത്തിയത്. തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രമായി ട്രംപ് ഇതിനെ മാറ്റുമ്പോൾ ഇതൊരു ദീർഘകാല സമാധാനത്തിനുള്ള ആത്മാർത്ഥമായ ശ്രമമാണോ അതോ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള നീക്കമാണോ എന്ന ചോദ്യം ശക്തമാണ്. മറുഭാഗത്ത് ഈ കരാറിലൂടെ ഏറ്റവും വലിയ നയതന്ത്ര തിരിച്ചടി നേരിട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് എന്ന വിലയിരുത്തലുകൾ സജീവമാണ്. സൈനിക നടപടികളിലൂടെ ഒരു പുതിയ പശ്ചിമേഷ്യ സൃഷ്ടിക്കുമെന്നും ഹമാസിനെയും ഹിസ്ബുള്ളയെയും പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നുമുള്ള നെതന്യാഹുവിന്റെ വാഗ്ദാനങ്ങൾ എങ്ങും എത്തിയില്ല. യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഹമാസും ഹിസ്ബുള്ളയും തകർക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ ഭരണകൂടം കൂടുതൽ കരുത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ നെതന്യാഹു മുന്നോട്ട് വെച്ച യുദ്ധ ലക്ഷ്യങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അമേരിക്കയുമായി അടുത്ത സൈനിക സഹകരണം പുലർത്തിയിരുന്നിട്ടും അന്തിമ കരാർ ചർച്ചകളിൽ നിന്ന് ഇസ്രായേലും നെതന്യാഹുവും പൂർണ്ണമായി പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നത് അദ്ദേഹത്തിന്റെ നയതന്ത്ര സ്വാധീനത്തിന്റെ തകർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു പുറമെ ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും നെതന്യാഹുവിന്റെ കടുത്ത വെല്ലുവിളിയാകുന്നുണ്ട്. 2023 ഒക്ടോബറിലെ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചുള്ള ചോദ്യങ്ങളും സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയും പ്രതിപക്ഷം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുമ്പോൾ ഇറാനെതിരായ സൈനിക നീക്കങ്ങൾ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച രാഷ്ട്രീയ നേട്ടം നൽകിയില്ലെന്ന് വ്യക്തമാക്കുന്നു. ആത്യന്തികമായി ഈ സംഭവ വികാസങ്ങൾ ഒരു കാര്യം തെളിയിക്കുന്നു: സൈനിക ശക്തി മാത്രം കൊണ്ട് ഒരു പ്രദേശത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ കഴിയില്ല. യുദ്ധക്കളത്തിലെ വെടിയൊച്ചകൾ നിൽക്കുമ്പോൾ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പിൽ വൻ ശക്തികൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മെനക്കെടും. ട്രംപിന്റെ അവകാശവാദങ്ങൾക്കും നെതന്യാഹുവിന്റെ തന്ത്രങ്ങൾക്കും അപ്പുറം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ ഇപ്പോഴും സങ്കീർണമായി തുടരുകയാണ്. ഈ രാഷ്ട്രീയ ചതുരംഗ കളിയിൽ യഥാർത്ഥത്തിൽ ആർക്കാണ് വിജയമെന്നത് കാലം മാത്രമേ തെളിയിക്കൂ.